പുതിയ പാർട്ടിക്കാരുണ്ട്, പുത്തൻ പ്രസ്ഥാനക്കാരായ വഹാബി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് തീരെ അന്തല്ലെങ്കിലും അതിന് ചേരാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാൻ തീരെ ഇനി കാല് മാറിയതാണ്. ഇനി മാറിയാൽ പിന്നെ നഷ്ടവും പഠിച്ചു വെച്ചോളി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു യാസീൻ ഓതിയാൽ 3000, 3000-ന് 30,000 അല്ലേ? 1,00,000 നമ്മളെ ഖബറിലേക്ക് വന്നത് 1 മിനിറ്റ് കൊണ്ട്. ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ തങ്ങൾ പാപ്പ അൽ ഫാത്തിഹ. അപ്പൊ എത്ര ഫാത്തിഹായി? സുമാർ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ എത്ര ആളിരിക്കുന്നുണ്ട്? ഒരു 400 ആളുണ്ട്. 400 ആള് നമ്മളുണ്ടെങ്കിൽ മലക്കൾ എത്ര ഉണ്ട്? 800 ഉണ്ട് അല്ലേ? 800 400 എത്രയായി? 1200. 1200 ഫാത്തിഹ. ഒരു ഫാത്തിഹ 156 ഹർഫ്. 156-ന് എത്രയാ പ്രതിഫലം? 1-ന് 10. 156 10 എത്രയായി? അപ്പൊ നമ്മൾ നോർത്ത് നോക്കി, ഒറ്റ ഫാത്തിഹ. ഇവിടെ ഈ പുതിയ പ്രസ്ഥാനക്കാരെ വാദപ്രകാരം എന്ത് പറ്റൂല? മരിച്ചോടത്ത് ഓതാൻ പറ്റുമോ? ഇവിടെ മരിച്ച ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എന്താ അതിന്റെ സ്ഥിതി? നമുക്കൊന്ന് പറയാം. മരിച്ചാ ഓതാൻ പറ്റുമോ? പറ്റൂല. ആയിക്കോട്ടെ, എന്നാ ഞാനിപ്പോ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. ഈ സദസ്സിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ ഇന്ന ആള് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എന്താ ചെയ്യാ? മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയാ? എന്തെങ്കിലും ആലോചിച്ചിരിക്കണേ എത്രത്തോനെ? ഇന്നാലില്ലാഹി. മരണ വാർത്ത കേട്ടാൽ ആ വാർത്ത സ്വീകരിക്കണതിന് എങ്ങനെയാണ്? ഇന്നാലില്ലാഹി. ഖുർആൻ ഓതിക്കൊണ്ട മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇവരൊക്കെ മരിച്ചാൽ ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂല. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റും. ഇന്നാലില്ലാഹി ഓതല് മരിച്ചതിന്റെ പിറ്റേന്നോ തലേന്നോ? മരണ വാർത്ത സ്വീകരിക്കലെന്ന് എങ്ങനെയാണ്? ഇന്നാലില്ലാഹി ചൊല്ലിയിട്ടാണ് അല്ലേ? അപ്പൊ മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അങ്ങാടിയിൽ എവിടെയെങ്കിലും കാണുമ്പോ വേഗം ചെല്ലുക, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തേന്ന് ചോദിച്ചാൽ പറയാം, മരിച്ചാൽ ഏതായാലും എന്നെ കാണുമ്പോ ചെല്ലാൻ പറ്റൂല, അതുകൊണ്ട് ഇപ്പം ചെല്ലിയതാണ്.